ബറക്കത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്കറിയാം, നാം എപ്പോഴും പറയാറുള്ളതാണ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിലെ ഓരോ ഹർഫുകൾ, അറബി അക്ഷരങ്ങൾ, അതിന്റെ മഖ്റജിൽ നിന്ന് അതിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട്, അഥവാ സിഫത്ത് പ്രത്യേകിച്ച് മഖ്റജിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ അതിനുണ്ടാവുക ഓരോ അക്ഷരത്തിനും ഉണ്ടാവേണ്ട ആ പ്രത്യേക ആ സിഫത്തുകൾ പരിഗണിച്ചായിരിക്കണം നാം പാരായണം ചെയ്യേണ്ടത്. മഖ്റജ് ഏതൊക്കെയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഹംസ മുതൽ ഇങ്ങോട്ട് തുടങ്ങി നാവ് രണ്ട് ചുണ്ടുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരം, അത് അതിന്റെ ഇടയിൽ ഏതൊക്കെ അക്ഷരത്തിന് ഏതൊക്കെ മഖ്റജിൽ നിന്നാണ്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പുറപ്പെടുന്നത് എന്നൊക്കെ നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ നാം ഒക്കെ കേട്ടിട്ടുണ്ട് എന്ത്, ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അറബിയിലുള്ള ഓരോ ഹർഫുകൾക്കും ചില സിഫത്തുകളുണ്ട് എന്ന് നാം കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊന്നുകൂടി പറയുക എന്ന് മാത്രം. സിഫത്തുകൾ, സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു അക്ഷരത്തിനൊരു സിഫത്തുണ്ട്. ആ സിഫത്ത് എന്ന് പറഞ്ഞാല് ആ അക്ഷരം ഉച്ചരിക്കുമുണ്ടാകുന്ന ആ രൂപം, ആ ശബ്ദത്തിന്റെ ആ പ്രത്യേക ശബ്ദം ഉണ്ടല്ലോ, ആ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ശബ്ദമാണ് വേണ്ടത്. ആ ശബ്ദത്തിനെയാണ് സിഫത്ത് എന്ന് പറയുന്നത്. അഥവാ ഒന്നുകൂടി പറഞ്ഞ, ഒരു അക്ഷരം അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുമ്പോൾ ആ സിഫത്തുകൾ ഉൾക്കൊള്ളാത്ത രീതിയിലും നമുക്ക് ആ ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ശബ്ദിച്ചത് കൊണ്ട് ഖുർആനിലെ ശബ്ദമാവൂല. അറബി ശരിക്കും ഫസീഹായ അറബിയിലുള്ള അക്ഷരത്തിന്റെ ശബ്ദമാവൂല. അങ്ങനെ ആവണമെങ്കിൽ എന്താണ്? സിഫത്ത് പ്രകാരം തന്നെ ആയിരിക്കണം ഉച്ചരിക്കേണ്ടത്. അപ്പോ ഒരു അറബിയിലുള്ള ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവേണ്ടുന്ന ആ പ്രത്യേക ശബ്ദ രൂപം, പ്രത്യേക ശബ്ദം, അതിനാണ് അത്. ആ പ്രത്യേക ശബ്ദത്തിൽ നമ്മൾ അതിനെ ഉച്ചരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്, അതിനൊക്കെയാണ് ഈ സിഫത്ത് എന്ന് പറയുന്നത്. ഈ സിഫത്ത്, ആ സിഫത്ത്, ചില സിഫത്തുകൾക്ക് ഈ അക്ഷരമായി യാതൊരു ബന്ധമില്ലാത്ത സിഫത്തുകളുണ്ട്. പക്ഷെ അത് തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് നഹ്വും സർഫൊക്കെ ആ സർഫിൽ ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നമുക്ക് ആ കാര്യം ഇവിടെ പറയേണ്ടതില്ല. അഥവാ ഇസ്മാത്ത്, അതുപോലെ തന്നെ ഇസ്ലാഖ് എന്ന് പറയുന്നു. ഇസ്മാത്ത്, ഇസ്ലാഖ്, ഈ രണ്ട് സിഫത്ത്, ഇസ്മാത്തിന്റെ എതിരാണ് ഇസ്ലാഖ്. അത് തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യമല്ലാത്തതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ടതില്ല. അതേ സമയത്ത് ബാക്കിയുള്ള സിഫത്തുകൾ, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ സിഫത്തുകളെ, ഒരു സിഫത്ത് പറഞ്ഞാൽ അതിന് നേരെ വിപരീതമാവുന്ന സിഫത്തുകളുണ്ട്. ചില സിഫത്തുകൾ ആ ഒരു സിഫത്താവുമ്പോൾ, ഉദാഹരണം ഷിദ്ദത്ത് എന്ന് പറയുന്ന ഒരു സിഫത്താണല്ലോ. ആ ഷിദ്ദത്ത് എന്ന് പറയുന്ന സിഫത്ത് പറഞ്ഞാൽ അതിന്റെ നേരെ എതിരിൽ വരുന്ന സിഫത്തുകളുണ്ട്. ഉദാഹരണം ഷിദ്ദത്ത്, അതിന്റെ നേരെ വിപരീതമാണ് റഖാവത്ത്. അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ളത് ബൈനിയ അല്ലെങ്കിൽ തവസ്സുഖ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജഹ്ർ, അതിന്റെ എതിര് ഹംസ്. അതുപോലെ തന്നെ ഇസ്തിഅലാ, അതിന്റെ എതിര് ഇസ്തിഫാൽ. അതുപോലെ തന്നെ അൽ ഇത്ബാഖ്, അതിന്റെ എതിര് അൽ ഇൻഫിതാഹ്. ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ അതിന്റെ എതിര് വേറൊന്നുണ്ടാവും. അതേ സമയത്ത് മറ്റു ചില സിഫത്തുകളുണ്ട്, അതിനെന്തില്ല, ഇങ്ങനെ എതിരില്ല. ഷിദ്ദത്തി എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ എതിരായിട്ട് നാം റഖാവത്ത് പറഞ്ഞെങ്കിൽ, അത്തരം എതിരില്ലാത്ത, നേരെ എതിരിൽ വേറെ സിഫത്തില്ലാത്ത കുറെ സിഫത്തുകളുണ്ട്. അതാണ് സഫീർ എന്ന് പറയുന്നത്. സഫീർ, പിന്നെ ഖൽഖല, തക്രീർ, തഫശ്ശി, അതുപോലെ തന്നെ അല്ലീൻ, അൽ-ഇസ്തിഖാല, അൽ-ഗുന്ന, അൽ-ഇൻഹിറാം. ഇങ്ങനെയുള്ള സിഫത്തുകള് അതിന് എതിരിൽ വേറെ സിഫത്തില്ല. അപ്പൊ എന്താ പറഞ്ഞത്? തജ്വീദിന്റെ കിതാബുകളിൽ കുറെ സിഫത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അറബി അക്ഷരങ്ങൾക്ക് കുറെ സിഫത്തുകളുണ്ട്. സിഫത്ത് എന്ന് പറഞ്ഞാൽ ആ അക്ഷരം ഉച്ചരിക്കുമ്പോണ്ടാവുന്ന പ്രത്യേക രൂപം. ഈ സിഫത്തുകൾ, ഒരു അക്ഷരത്തിന് ഒരു സിഫത്ത് ഉണ്ടെങ്കിൽ ആ സിഫത്ത് അനുസരിച്ചാണ് ആ അക്ഷരത്തെ നാം ഉച്ചരിക്കേണ്ടത്. അതാണ് സിഫത്ത്.
അതേസമയം അതുപോലെ തന്നെ ഈ ചില സിഫത്തുകൾ ഈ അക്ഷരവുമായി യാതൊരു ബന്ധമില്ലാത്ത, അഥവാ ഈ ഒരു അസറും ചെയ്യിപ്പിക്കാത്ത ഈ അക്ഷരത്തിനകത്ത് ഇപ്പൊ ശിദ്ദത്തി എന്ന് പറയുമ്പോൾ എന്താണ് ആ ശിദ്ദത്തി എന്നുള്ളത് ഓരോ ഹർഫുകളും അത് കാണാൻ സാധിക്കും. അതേസമയത്ത് ഇസ്മാത്ത് അതുപോലെ തന്നെ ഇസ്ലാഖ് എന്നുള്ളത് ഈ അക്ഷരവുമായി യാതൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനത്തെ സിഫത്ത് വേറെ സർഫുമായി ബന്ധപ്പെട്ടത് അത് പറയുന്നില്ല. അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞു ചില സിഫത്തുകൾ അതിന് എതിരുള്ള നേരെ വിപരീതം വരുന്ന സിഫത്തുകളുണ്ട്. ഉദാഹരണം ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ എതിരിൽ റഹാവത്ത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ബൈനിയ അതേസമയം അതുപോലെ ജഹ്ർ എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ എതിരിൽ ഹംസ് എന്ന സിഫത്ത്, ഇസ്തിഅലാ എന്ന് പറയുമ്പോൾ അതിന്റെ എതിരിൽ ഇസ്തിഫാൽ, അതുപോലെ ഇത്ബാഖ് എന്നതിന്റെ എതിരിൽ ഇൻഫിതാഹ് എന്ന സിഫത്ത്. ഇത് കഴിച്ച് ബാക്കിയുള്ള സിഫത്തുകൾ അതിന് നേരെ എതിരിൽ സിഫത്തൊന്നും ഉണ്ടാവില്ല. ഏതുപോലെ സഫീർ, ഖൽഖല, തക്രീർ, തഫശി, ലീൻ, ഇസ്തിഖാല, അതുപോലെ തന്നെ അൽ ഗുന്ന, അതുപോലെ അൽ ഇൻഹിറാഫ് എന്ന സിഫത്തുകൾ. ഇതാണ് സിഫത്തുകളുള്ളത്. ഇനി നമ്മൾ ആവശ്യം എന്താണ്? ഓരോ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സിഫത്ത് പ്രകാരം ആ അക്ഷരം ഉച്ചരിക്കുമ്പോ അപ്പൊ എങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാവുക അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഓരോ ഹർഫുകൾ തലക്ക് മുതൽ മറ്റേ തല വരെ ഉച്ചരിക്കുമ്പോ അത് എങ്ങനെ പുറപ്പെടണം, എവിടെ നിന്നാണ് പുറപ്പെടുവിക്കേണ്ടത്, അത് പുറപ്പെടുമ്പോ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ അതിനുള്ള സിഫത്തുകൾ എന്തൊക്കെയാണ്, ആ സിഫത്ത് പ്രകാരം ഉച്ചരിക്കുമ്പോ എങ്ങനെയുള്ള ശബ്ദമാണ് ഉണ്ടാവുക, ഇതൊക്കെ നാം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാമെന്ന് മാത്രം. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാല് എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു ഷിദ്ദത്ത് അതിന്റെ നേരെ എതിര് റഹാവത്ത്, അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ളത് ബൈനിയ. ഷിദ്ദത്ത് എന്ന സിഫത്തുള്ള അക്ഷരങ്ങളാണ് ഏതൊക്കെ? നിങ്ങൾക്ക് അറിയെങ്കിൽ ഞാനിപ്പോ പറയുന്നത് നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും ഓർക്കണം. അപ്പോഴാണ് നമ്മളെ ഈ പഠനത്തിനൊരു പുരോഗതി ഉണ്ടാകും. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞത് ഷിദ്ദത്തി എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. അതിന്റെ അക്ഷരങ്ങൾ ഏത്? അതിന് ജിദു ബഖത്ത് എന്ന ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ഷിദ്ദത്ത് എന്ന സിഫത്ത് ഉള്ള അക്ഷരങ്ങൾ എന്ന് നാം പറയുമ്പോ എന്തുവേണം? പെട്ടെന്ന് ഇത് ഓർമ്മയാണ്. ഇങ്ങനെ ജിദു ബഖത്ത്, ഇതാണല്ലോ ഇപ്പോ ഷിദ്ദത്ത് എന്ന സിഫത്തുള്ള അക്ഷരങ്ങൾ. ജിദു ബഖത്ത് കേൾക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോ ജിദു ബഖത്ത് ഇതിങ്ങനെ പല പ്രാവശ്യം പിന്നെയും പറയുന്നത് എന്തിനാണ്? ഇങ്ങനെ പറഞ്ഞ കുറേ പറയുമ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കടന്നിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. ഈ അക്ഷരങ്ങളാണ് എന്ത്? ഷിദ്ദത്തി എന്ന സിഫത്തുള്ള അക്ഷരങ്ങൾ. എന്താണ് ഷിദ്ദത്തി എന്ന് പറഞ്ഞാൽ? ഷിദ്ദത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിദ്ദത്ത് എന്ന് പറഞ്ഞാല് ഈ ശബ്ദം ഇങ്ങനെ പോണതിനെ പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവം, അഥവാ അതിന്റെ ശബ്ദം പെട്ടെന്ന് അത് കഴിയും. ഈ ശബ്ദം ഇങ്ങനെ നീട്ടിക്കൊണ്ടാവാൻ സാധിക്കൂല. ഈ ഇതിനാണ് ഷിദ്ദത്ത് എന്ന് പറഞ്ഞത്. ശബ്ദത്തെ അതിന്റെ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോണ്ടാവുന്ന ആ ശബ്ദം, ആ ശബ്ദത്തിനിങ്ങനെ വലുതാക്കി കൊണ്ടാവാൻ പറ്റൂല. അങ്ങനത്തെ ചില അക്ഷരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പറ്റൂല എന്ന് പറഞ്ഞാൽ? പറ്റൂല എന്ന് പറഞ്ഞാൽ സാധിക്കാത്തത് കൊണ്ടാണ് പറ്റൂല എന്ന് പറയുന്നത്. എങ്ങനെയാണ് സാധിക്കാതിരിക്കുക? ഈ അക്ഷരം ഉച്ചരിക്കുമ്പോ നാം പറഞ്ഞിട്ടുണ്ട്, ഒരു അക്ഷരം മലയാളാവട്ടെ അറബി ഏതൊരു അക്ഷരമാണെങ്കിലും ഇത് ഉച്ചരിക്കുമ്പോ എന്തു വേണം? ഒരു രണ്ട് സ്ഥലം തമ്മിൽ പ്രവർത്തിക്കണം. അപ്പോഴാണ് ശബ്ദം ഉണ്ടാവുക. രണ്ട് കൈ കൊത്തുമ്പോഴുള്ള ശബ്ദം ഉണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ ഈ ഷിദ്ദത്തി എന്ന് പറയുന്ന സിഫത്തുള്ള അക്ഷരങ്ങള് അത് ഉച്ചരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു അക്ഷരത്തിന്റെ ശബ്ദം ഇങ്ങോട്ട് പുറത്തേക്ക് നമുക്കത് കേൾക്കണമെങ്കിൽ, ശബ്ദം പുറപ്പെടണമെങ്കിൽ രണ്ട് സ്ഥലം തമ്മിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ തൊണ്ടയുടെ രണ്ട് ഭാഗം തമ്മിൽ ചിലത് ടച്ചായിട്ടും ചിലത് ടച്ചാവാതെയും ഏതായാലും പ്രവർത്തിക്കണം. നാവിന്റെ ജീമഷീനി പറയുകയാണെങ്കിൽ നാവിന്റെ നടു മേലാണ്ണാക്കും കൂടി പ്രവർത്തിക്കണം. അല്ലാതെ നാവ് കൊണ്ട് മാത്രം ഒരു ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കൂല. അങ്ങനെയാണ് ഓരോ അക്ഷരത്തിന്റെ അവസ്ഥ. അങ്ങനെ നോക്കുമ്പോ ഈ അജിദു ഖഫും ബഖത്ത് എന്ന അക്ഷരങ്ങൾ നാം ഉച്ചരിക്കുമ്പോ ഈ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കാനുള്ള അവയവങ്ങൾ എന്താവണം?
പരസ്പരം ടച്ചായാലുള്ളൂ ഈ അക്ഷരങ്ങളുടെ ശബ്ദം പുറത്തേക്ക് വരാൻ പറ്റുക, പുറത്തേക്ക് കേൾക്കുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹംസ ഉച്ചരിക്കുമ്പോ ഫത്ഹുള്ള എന്ന് പറയുകയാണെങ്കിൽ തൊണ്ടയുടെ അങ്ങേ അറ്റത്തു നിന്നാണ് അത് പുറപ്പെടുന്നത്. പക്ഷെ അത് തമ്മിൽ ആ പുറപ്പെടുന്ന ആ ഭാഗം തമ്മിൽ ടച്ചാവുക എന്ന് പറഞ്ഞ അവസ്ഥയില് നമ്മൾ എന്ന് പറയുന്ന അവസ്ഥയിൽ പിന്നെ ഉള്ളുന്നുള്ള ശ്വാസം, നാം ശ്വസിച്ച ശ്വാസം പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാവും. എങ്ങനെ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ സുക്കൂന് കൊടുത്തിട്ട് നമ്മൾക്ക് ഉച്ചരിക്കാതെ ശരിക്കും അറിയാൻ പറ്റും. എങ്ങനെ മുഅ്മിനൂൻ എന്ന് പറയുമ്പോ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? ശരിക്ക് ഫസീഹായ അറബിയിൽ നമ്മൾ ഈ അക്ഷരത്തിന് ഉച്ചരിക്കാണെങ്കിൽ മുഅ്മിനൂൻ എന്നാണ് ഉച്ചരിക്കേണ്ടത്. മുഅ്മിനൂൻ എന്നൊന്നും ഉച്ചരിക്കാൻ പറ്റൂല. മുഅ്മിനൂൻ ഈ മു എന്ന് പറഞ്ഞ അവസ്ഥ, ഈ മു എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചാൽ നമ്മൾ മു എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി പറയാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് ഉള്ളുന്ന് പുറത്തേക്ക് കാറ്റ് പോവില്ല. എന്തുകൊണ്ട് പോണില്ല? ആ ഹംസ ഉച്ചരിക്കുന്ന ആ സ്ഥലം തമ്മിൽ ടച്ചായിട്ട് എയർ പുറത്തേക്ക് പോവാത്തൊരവസ്ഥയിലായി. ഇങ്ങനെയാണ് ഈ അക്ഷരം ഉച്ചരിക്കേണ്ടത്. ഇതാണ് ആ മഖ്റജിൽ അവിടെ തമ്മിൽ സംഭവിക്കുന്ന ഈ സംഭവം. തമ്മിൽ ടച്ചായി ഇങ്ങനെ ടച്ചായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പിന്നെ അതിങ്ങനെ ആ ശബ്ദങ്ങൾ വലുതാക്കി ഉച്ചരിക്കാനൊന്നും സാധിക്കൂല. ഇങ്ങനത്തെ ഒരവസ്ഥ. ഇതിനാണ് ഈ ഷിദ്ദത്ത് പറയുന്നത്. അപ്പോ ഈ ഷിദ്ദത്ത് എന്ന് പറഞ്ഞ ഇതിനാണെന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു വശം എന്താണ്? നാം ഉൾക്കൊള്ളേണ്ട വശം എന്താണ്? ആ അവസ്ഥയിലായിരിക്കണം അതിനെ ഉച്ചരിക്കേണ്ടത്. ഏതാണ് നമ്മൾക്ക് പ്രധാനം. മറ്റത് ഇങ്ങനെയൊക്കെ പറയാന്ന് മാത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥയിൽ ഈ ഷിദ്ദത്ത് എന്ന ഈ അവസ്ഥയിലായിരിക്കണം അതിനെ ഉച്ചരിക്കേണ്ടത്. അങ്ങനെ ഉച്ചരിച്ചില്ലേ പിന്നെന്താ ഉണ്ടാവുക? അങ്ങനെ ഉച്ചരിച്ചില്ലേ വേണ്ട മാത്ര രീതിയിലുള്ള ഹംസ ആവൂല. അപ്പോഴാണ് മോമിനൂൻ എന്നോ അല്ലെ അൽഹംദു എന്നോ ഇയ്യാക എന്നൊക്കെ ആവുന്നത്, അല്ലെ ഹിദിന എന്നൊക്കെ ആവുന്നത്. അങ്ങ് പറ്റൂല. അപ്പൊ ഈ ഷിദ്ദത്ത് എന്ന സിഫത്ത് കൊടുത്തിട്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഖുർആൻ ഓടുമ്പോ അങ്ങനെ ആവേണ്ടത്. അപ്പോഴുള്ള അതിന്റെ കൂലി കിട്ടുക. മാത്രമല്ല അറബി ഉച്ചരിക്കുമ്പോൾ തന്നെ അങ്ങനെ വേണ്ടത്. അപ്പോഴുള്ള ശരിക്കുള്ള അറബി ആവുക, അറബി അക്ഷരാവുക. അപ്പോ എന്താ പറഞ്ഞത്? ഷിദ്ദത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ അക്ഷരങ്ങൾ, ഷിദ്ദത്ത് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. അതിന്റെ അക്ഷരങ്ങൾ അജിദു, ഖഫീം, ബഖത്ത് എന്നതിൽപ്പെട്ട ഈ അക്ഷരങ്ങളാണ്. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാല് ആ ശബ്ദം ഇങ്ങനെ നീണ്ടു പോവുക, അതിനെ വൈജാക്കി ഉച്ചരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. അതാണ്. അഥവാ ആ ശബ്ദം ഇങ്ങനെ നീണ്ടിങ്ങനെ പോകണ അതിന് സാധിക്കൂല. പെട്ടെന്ന് ആ ശബ്ദം അത് കഴിയും. ഈ അവസ്ഥയാണ്. അഥവാ ഒരു അക്ഷരം പുറപ്പെടുമ്പോ അതിന് രണ്ട് സ്ഥലം തമ്മിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ സ്ഥലം തമ്മിൽ ടച്ചാവുന്ന ഒരവസ്ഥ, ടച്ചായിട്ട് ഉള്ളിൽ നിന്ന് ശ്വാസം പിന്നെ പുറത്തേക്ക് പോവാത്തൊരവസ്ഥ. ആ അവസ്ഥയിലാണ് ഈ അക്ഷരം ഉച്ചരിക്കേണ്ടത്. അതാണ് ഷിദ്ദത്ത് എന്ന് പറഞ്ഞ സിഫത്ത്. ഇതാണ് പഴയ സംഭവം. അതിൽ നമുക്ക് മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഷിദ്ദത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് റഹാവത്ത് എന്ന് പറഞ്ഞത് പോയാൽ പോരാ. കുട്ടികൾക്ക് എന്താണ് ഷിദ്ദത്ത്, എന്താണ് ആ സംഭവം എന്നൊക്കെ ശരിക്ക് അത് പറഞ്ഞു കൊടുക്കണം. അപ്പോ പിന്നുള്ളത് എന്താണ്? അജീബു, ഖഫീം, ബഖത്തി എന്നതിനൊക്കെ ഈ ഓരോ ഹംസന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ജീം ഉച്ചരിക്കുമ്പോ എങ്ങനെ അജ്മഈൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണെങ്കിൽ ഇതേ അവസ്ഥ ആയിരിക്കും. ഇപ്പൊ നമ്മള് മുഅ്മിൻ എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു ബാക്കി പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഉള്ളിൽ ശ്വാസം പുറത്ത് വിടാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് അജ്മഈൻ എന്നുള്ളതിന്റെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ്. നിർത്തിയിട്ട് ബാക്കി പറയുന്നില്ല. അങ്ങനെ പിടിച്ചേറ്റ ഒരവസ്ഥയാണ്. പിന്നെ കാറ്റുള്ളൊന്നും പുറത്തു പോവില്ല. പിന്നെ ഓഫ് പറയണേ ഓ എന്ന് പറയുന്ന എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞാൽ നിർത്തുക. കാറ്റ് പിന്നെ പുറത്തു പോവില്ല. അതുപോലെ തന്നെ മഖ്ലൂബ് എന്ന് പറയുമ്പോ മഖ്ലൂബ് എന്നതിന്റെ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. പിന്നെ കാറ്റ് പുറത്തു പോവില്ല. അതുപോലെ തന്നെ അബ്വാബ് എന്ന് പറയുമ്പോ പിന്നെ പുറത്തു പോവില്ല. അതുപോലെ തന്നെ കാഫ് ഉച്ചരിക്കുമ്പോ അതായത് മക്തബ് എന്നുള്ളതിന്റെ കാറ്റ് പിന്നെ പുറത്തു പോകുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ കാറ്റ് പുറത്തു പോകില്ല. അപ്പൊ ഇതാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അങ്ങനത്തെ അവസ്ഥ.
അപ്പൊ ഇത് സംഭവം മനസ്സിലായി. പിന്നെ അവിടെ നമ്മൾ ചിന്തിക്കാനുള്ളത് എന്താണ്, ഇങ്ങനെ ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉച്ചരാക്ഷരങ്ങളൊന്നും ഉച്ചരിക്കാൻ സാധിക്കൂല. പ്രത്യേകിച്ച് അപ്പോ അറബികള്, അക്കാലത്തെ അറബികൾ എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെ ചില ഇപ്പൊ മജ്മൂ എന്നുള്ളതിന് മജ്മൂ എന്ന് പറയാൻ പ്രയാസം, മഖ്തൂ എന്നതിന് മഖ്തൂ എന്ന് പറയാൻ പ്രയാസം, അബ്വാബ് എന്നുള്ളതിന് അബ്വാബ് എന്ന് പറയാനുള്ള പ്രയാസം. അതുപോലെ തന്നെ ഉദാഹരണം മഖ്ലൂബ് എന്നുള്ളതിന് മഖ്ലൂബ് എന്ന് പറയുമ്പോഴുള്ള പ്രയാസം. അതുപോലെ തന്നെ മക്തബി എന്നതിന് മക്തബി എന്ന് പറയുമ്പോൾ പ്രയാസം. അതൊക്കെ പറയുമ്പോൾ മക്തബി എന്ന് പറയുമ്പോൾ നമ്മളെ ഒക്കെ അതിനൊരു മറ്റേ മക്തബി എന്ന് പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മക്തബി എന്ന് പറയുമ്പോൾ. മഖ്ലൂബി എന്ന വാക്ക് പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മഖ്ലൂബി എന്ന് പറയുമ്പോൾ. എന്താണ്, ആ ശ്വാസം പെട്ടെന്ന് പിടിച്ചിട്ട് നമ്മളെ പള്ളൊക്കെ കിടന്നിട്ട് കുലുങ്ങുന്ന ഒരവസ്ഥ. മറ്റതിനെ അപേക്ഷിച്ച് ഇത് ഉച്ചരിക്കാൻ എന്തുണ്ട്, പ്രയാസം. ഈ പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് എന്ത് ഖൽഖല എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ഈ ശിദ്ദത്ത് എന്ന അക്ഷരത്തോടു കൂടി ഹംസ് എന്ന സിഫത്ത് വരലും ഇങ്ങനെയുള്ളതൊക്കെ. ഇനിയിപ്പോ നമ്മളത് പറയാം. ഇപ്പോ അജിദു ഖദിം ബഖത്ത് എന്ന അക്ഷരങ്ങളില് ഊഫദി ജദി എന്ന് പറയുന്ന 5 അക്ഷരം അതിൽ പെട്ടിട്ടുണ്ട്. അജിദു എന്നതില് ഊഫദി ജദ് 5 അക്ഷരം അതിലുണ്ടല്ലോ, ഉണ്ട്. ഈ 5 അക്ഷരത്തെ ഈ ശിദ്ദത്ത് മാത്രം കൊടുത്തിട്ട് ഉച്ചരിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു അത് ഉച്ചരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ സംഗതി മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അതൊക്കെ കേൾക്കുന്നുണ്ടോ? സംഭവം കിട്ടുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അന്ന് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് കരുതിയിട്ട് പറയണം. അപ്പൊ അജിദു ഖദിം ബഖത്ത് എന്ന ശിദ്ദത്തി എന്ന സിഫത്തുള്ള അക്ഷരങ്ങളിൽ എന്തുണ്ട്, എന്ന അക്ഷരങ്ങളുണ്ട്. ഈ 5 അക്ഷരം അതിലുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ശിദ്ദത്തി എന്ന സിഫത്ത് കൊടുത്തിട്ട് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ പെട്ടെന്ന് ശ്വാസം പിടിച്ചേക്കുക, ശരീരം മുഴുവൻ കുലുങ്ങി അതിൽ പറയുമ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പ്രയാസമുള്ള ഒരവസ്ഥയാണ്. അങ്ങനത്തെ ഈ പ്രയാസമുള്ള ഒരവസ്ഥയിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ അറബികള് എന്ത് ചെയ്തത്, ഈ ഖൽഖല എന്നൊരു സ്വഭാവത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക. എങ്ങനെയാണ് ആ സ്വഭാവം? ഇപ്പൊ ഉദാഹരണം ഇപ്പോ അജ്മഈൻ എന്നതിന് നമ്മള് ഖൽഖല കൊടുക്കാതെ ഉച്ചരിക്കുകയാണെങ്കിൽ അജ്മഈൻ എന്ന് പറയുന്നത് അജ്മഈൻ. ഖൽഖല കൊടുക്കാതെ ഉച്ചരിക്കുമ്പോ അജ്മഈൻ. ഈ അജ്മഈൻ നിങ്ങളൊന്ന് ഉച്ചരിച്ചു നോക്കി. അജ്മഈൻ എന്ന് പറഞ്ഞേക്കാളൊക്കെ ഭയങ്കര പ്രയാസമാണ് അല്ലെ, ശ്വാസങ്ങൾ പെട്ടെന്ന് തിങ്ങി അങ്ങനത്തെ ഒരവസ്ഥ. ഇതിന് നമ്മൾ ഖൽഖല കൊടുക്കുമ്പോ എന്തായി, അജ്മഈൻ അജ്മഈൻ. വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റി. അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളും മഖ്തൂ എന്ന് പറഞ്ഞേക്കാൾ സുഖാണ് മഖ്തൂ. മഖ്ലൂബ് എന്ന് പറഞ്ഞേക്കാൾ സുഖാണ് മഖ്ലൂബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ അക്ഷരം ഖൽഖലത്തിൽ എന്ന സിഫത്തുള്ള എന്നതിലുള്ള ഓരോ അക്ഷരങ്ങളും. അപ്പൊ ഈ ശിദ്ദത്ത് എന്ന അവസ്ഥയിൽ ഉച്ചരിക്കുമ്പോ പ്രയാസം ഉള്ള കാര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഖൽഖല എന്നൊരു അവസ്ഥയിലേക്ക് അറബികൾ അങ്ങനെ പറഞ്ഞു ശീലിച്ചു, ഉച്ചരിക്കാൻ സുഖത്തിന് വേണ്ടി. അങ്ങനെയാണ് ഖൽഖല എന്ന സംഭവം. അപ്പോ ഖൽഖല എന്ന സിഫത്ത് അത് കൊടുത്താൽ എന്താവും, അത് ഉഷാറായിട്ട് ഉച്ചരിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇനി കാഫും താവും ഉച്ചരിക്കുമ്പോ ഉള്ള അവസ്ഥ നമ്മളെപ്പോഴും പറയാറുണ്ട്. മഖ്തബ് എന്ന വാക്കിനെ, ആ കാഫ് സുക്കൂനുള്ള കാഫിനെ ഹംസ് എന്ന സിഫത്തും കൂടി കൊടുക്കാതെ, അഥവാ കാഫിന് താഇനും ശിദ്ദത്തി എന്ന സിഫത്തുണ്ട്, അതിന്റെ പുറമെ ഹംസ് എന്ന സിഫത്തുണ്ട്. 2 സിഫത്തും തമ്മിൽ പരസ്പര എന്താണ് വിരുദ്ധായ സിഫത്താണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്താണ് പരസ്പര വിരുദ്ധം? ശിദ്ദത്തി എന്ന് പറഞ്ഞ സിഫത്ത് എന്ന് പറഞ്ഞാൽ കാറ്റ് പുറത്തേക്ക് ഉള്ളിന്ന് പോവാത്തൊരവസ്ഥ
അതിനാണ് ഷിദ്ദത്ത്. ഹംസ് എന്നതോ അത് കാറ്റിങ്ങനെ പോണൊരവസ്ഥ. ഈ കാറ്റ് പോവാത്ത അവസ്ഥയും പോണ അവസ്ഥയും തമ്മിൽ എതിരാണ്. അപ്പൊ എന്താണ് കാഫിനും തായിനും ഈ രണ്ട് സിഫത്ത് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അതിനെ നമ്മൾ ഉച്ചരിക്കുക? ആദ്യം ഷിദ്ദത്ത് എന്ന സിഫത്ത് കൊടുക്കുക, അതിന്റെ ശേഷം ഹംസ് എന്ന സിഫത്ത് കൊടുക്കുക, എന്നിട്ട് മക്തബ് എന്ന് പറയാതെ ഷിദ്ദത്ത് മാത്രം കൊടുത്തിട്ട് ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് മക്തബ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ട്. അങ്ങനെ അപ്പൊ എന്ത് ചെയ്യുക? ഈ ആദ്യം മക്തബ് എന്ന എന്നതിന് ഷിദ്ദത്ത് കൊടുത്തതിന്റെ ശേഷം അതിന്റെ ശേഷം ഹംസ് എന്ന സിഫത്ത് കൊടുക്കുക. അപ്പോ മക്തബ് എന്നുള്ളത് എന്ന് പറയുമ്പോ കാറ്റ് പുറത്തു പോയി. അപ്പൊ അങ്ങനെയാണ് പറയേണ്ടത്. നമ്മളൊക്കെ ചിലപ്പോ ഓതുമ്പോഴൊക്കെ ചിലപ്പോ മക്തബ് അങ്ങനത്തെ വാക്കൊക്കെ കാപ്പിന് സുക്കൂണാകുമ്പോ ചിലപ്പോ എന്ന് പറഞ്ഞു ഒരു അങ്ങനെയാണ് പറയും. അങ്ങനെ ഒന്നും ആവരുത്. ശരിക്ക് രണ്ട് സിഫത്തും കൊടുത്തിട്ട് തന്നെ ആവണം. മാത്രമല്ല സുക്കൂനാകുമ്പോ അത്രയ്ക്ക് ഉഷാറായിട്ട് കേൾക്കും. പക്ഷെ ഹർക്കത്താവുമ്പോഴും അങ്ങനെ തന്നെ വേണം. അപ്പോഴാണ് ഈ രണ്ട് സിഫത്തും അപ്പോഴും ഉണ്ടാവും. അല്ലാതെ മലയാളത്തിൽ പറഞ്ഞമാര് കാ തീ കൂ അല്ലെങ്കിൽ താ തീ തു എന്ന് പറഞ്ഞാല് അത് അറബിയിൽ ഖുർആൻ ഓതുമ്പോ അങ്ങനെ ഉച്ചരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. ഷിദ്ദത്താകുന്ന അക്ഷരങ്ങൾക്ക് ആ ഉച്ചാരണത്തിലുള്ള പ്രയാസം അത് ഒഴിവാക്കാൻ എന്നതിൽപ്പെട്ട അക്ഷരങ്ങൾക്ക് ഷിദ്ദത്ത് മാത്രം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന പ്രയാസം ഒഴിവാൻ വേണ്ടിയിട്ട് അതിന് കൽക്കല എന്ന സിഫത്ത് കൊടുത്തിട്ട് ഉച്ചരിക്കുന്നു. പിന്നെ ഖാഫും താവും പിന്നെ അതിന് കൽക്കലയില്ലല്ലോ, അതേ സമയത്ത് അതിന്റെ പ്രയാസത്തെ ഒഴിവാൻ വേണ്ടിയിട്ട് അതിന്റെ ഒപ്പം ഉണ്ടാവുന്നു. അതിന്റെ ഉടനെ തന്നെ ഹംസ് എന്ന സിഫത്ത് കൊടുക്കുന്നു. അപ്പോ എന്ന കാര്യം ഉഷാറായിട്ട് ഉച്ചരിക്കാൻ സാധിക്കും ചെയ്തു. പിന്നെ നമ്മളെ ഓത്തിലില്ലെങ്കിലും നമ്മളെ പിന്നെ ചില ഓത്തിലൊക്കെ ഉണ്ട് യുമിനു എന്ന പ്രയാസം ഒഴിവാണ് യൂമിനു എന്ന് പറയലുണ്ട്. സമ എന്ന് പറയുന്ന വെറും സമ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ ഖദഫ്ലഹ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. അഫ്ലഹ എന്നുള്ളതൊക്കെ ഖദഫ്ലഹ എന്നൊക്കെ പറയേണ്ട ആവശ്യം നമ്മളെ ഓത്തിലല്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് നമുക്ക് പ്രവേശനം നമുക്ക് കടക്കണില്ല. തഗ്യീർ എന്ന് പറയുകയാണ്. തഗ്യീർ അതിന് തഗ്യീർ എന്നാണ് അതിന് പറയല് എന്നാണ്. അപ്പൊ അത് നമ്മളെ ഒത്തിരില്ലാത്തതുകൊണ്ടാണ് പോകണ്ട. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്ത് കാര്യം? ഇന്ന് ഇത് ഈ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാണ്. ഷിദ്ദത്തി എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ തജ്വീദ് നിയമം നമ്മൾ പഠിക്കുമ്പോ എന്താണ് ഓരോ ഹർഫുകൾക്കും അറബി അക്ഷരങ്ങൾക്ക് ഷിദ്ദത്തി എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. ആ ഷിദ്ദത്തി എന്ന് പറയുന്ന സിഫത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതിന്റെ നേരെ വിപരീതമുള്ള സിഫത്തുണ്ട്. അതാണ് റഹാവത്ത്. അതിന്റെ ഇടയിലൊരു സിഫത്ത് കൂടിയുണ്ട്, ബൈനിയ അല്ലെങ്കിൽ തവസ്സുത്ത് എന്ന് പറയുന്നത്. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിദ്ദത്ത് എന്ന് പറഞ്ഞാല് ഈ ശബ്ദം ഇങ്ങനെ വലുതായ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോണ്ടാണ് ആ ശബ്ദത്തെ ഇങ്ങനെ വലുതാക്കി ഉച്ചരിക്കാൻ വയ്യാത്തൊരവസ്ഥ. അതിന് സാധിക്കൂല, അങ്ങനത്തെ ഒരവസ്ഥ. എന്തുകൊണ്ടാണ് അങ്ങനത്തെ അവസ്ഥ ഉണ്ടായത്? ഈ അക്ഷരങ്ങള്, ഈ ഷിദ്ദത്തി എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ അതിന്റെ ഒരു അക്ഷരം ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് എന്തുവാണ്? രണ്ട് സ്ഥലം തമ്മിൽ ബന്ധപ്പെടണം, അല്ലാതെ സാധിക്കൂല. അപ്പൊ ഈ അക്ഷരം ഉച്ചരിക്കുമ്പോ ആ രണ്ട് സ്ഥലം പൂർണ്ണമായിട്ട് തെറ്റായിട്ട് ഉള്ളിൽ നിന്ന് ശ്വാസം അത് ഉച്ചരിക്കുമ്പോ പുറത്തേക്ക് പോവാൻ വയ്യാത്തൊരവസ്ഥ. ഇതാണ് ഷിദ്ദത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അവസ്ഥക്കാണ് ഷിദ്ദത്ത് എന്ന് പറയാം. പിന്നെ ശബ്ദത്തെ വലുതാക്കാൻ സാധിക്കൂല. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ മഖ്റജ് ഇങ്ങനെ ടച്ച് ആയതിന്റെ പേര്. ഈ അജീദു ഖഫയും ബഖത്ത് എന്ന അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ രണ്ട് സ്ഥലം തമ്മിൽ പൂർണ്ണമായിട്ട് ടച്ചായിട്ട് ഉള്ളിൽ നിന്ന് ശ്വാസം പുറത്തേക്ക് പോവാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്ക് എത്തും. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ അക്ഷരത്തിൽ സുക്കൂനൊക്കെ ആയിട്ട് ഉച്ചരിക്കുമ്പോ എന്താണ് അങ്ങനെ ഉച്ചരിക്കാൻ ശ്വാസം പുറത്തേക്ക് പോകാൻ വയ്യാത്തൊരവസ്ഥയിൽ ഉച്ചരിക്കുക എന്നുള്ളത് അങ്ങനത്തെ സ്വഭാവത്തിലാണ് അത് ഉച്ചരിക്കേണ്ടത് എങ്കിലും അതൊരു പ്രയാസാണ്. ആ പ്രയാസത്തിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് അതിന് ഖൽഖല എന്ന ചില അക്ഷരങ്ങൾക്ക് അതിൽപ്പെട്ട അജിദു ഖഫയും ബഖത്ത് എന്നതിലുള്ള ചില അക്ഷരങ്ങൾക്ക് 5 അക്ഷരത്തിന് ഖൽഖല എന്ന സിഫത്ത് വന്നത്. ചില രണ്ടക്ഷരത്തിന് കാഫിനും തായിനും ആ ശിദ്ദത്തോട് കൂടെ തന്നെ അത് ശിദ്ദത്തിന്റെ നേരെ വിപരീതമായ ഹംസ് എന്ന സിഫത്ത്. ശിദ്ദത്തിന്റെ നേരെ വിപരീതം എന്ന് പറഞ്ഞാല് റഫാവത്താണ്. ആ അവസ്ഥയിലല്ല ഞാൻ പറഞ്ഞത്. ശിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തെ പിടിച്ചു നിർത്തുക. ഹംസ് എന്ന് പറഞ്ഞാലോ ഈ ശ്വാസം പുറത്ത് പോകുന്നൊരവസ്ഥ.
അപ്പൊ ഈ കാഫിനും തായിനും ഈ രണ്ട് സിഫത്തും വന്നത്. അതുകൊണ്ട് തന്നെ ഈ കാഫും താവും ഉച്ചരിക്കുമ്പോ ഈ ഹംസ് എന്ന സിഫത്തും കൂടി കൊണ്ട് ഉച്ചരിക്കുമ്പോ ഒരു പ്രയാസമില്ലാതെ അതിന് ഉച്ചരിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ജദി എന്ന അക്ഷരങ്ങൾക്ക് സുക്കൂനാകുന്ന സമയത്ത് എന്താണ് ഒരു പ്രയാസമില്ലാതെ സിദ്ധത്തുണ്ടെങ്കിലും പ്രയാസമില്ലാതെ ഈ കൽക്കലത്ത് വന്നു ചേരുമ്പോ അതിന് സുഖമായിട്ട് ഉച്ചരിക്കാൻ വേണ്ടി സാധിക്കണം. എന്നൊക്കെ പറയണ മാതിരി. അപ്പൊ ഈ സിദ്ധത്തിന്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ് കൽക്കല എന്നുള്ളത്. അപ്പൊ എന്താണ് കൽക്കല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ കൽക്കല എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? എന്താ ഉസ്താദ് കൽക്കല എന്ന് പറഞ്ഞാൽ എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക? കൽക്കല എന്ന് പറഞ്ഞാൽ അത് അപ്പൊ എന്ന് പറയാന്ന് പറഞ്ഞാല് അതുകൊണ്ട് കാര്യമില്ല. കൽക്കല എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ആ സംഭവം ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കൽക്കലത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പൊ ഉദാഹരണം ഇതിന്റെ അക്ഷരങ്ങൾ സുക്കൂനായിട്ട് ഉച്ചരിക്കുമ്പോ എന്താവുണ്ട്? അതിന് നഖ്തു എന്ന് പറയുമ്പോൾ നഖ് അല്ലെങ്കിൽ ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ എന്താവുണ്ട്? നാവിന്റെ അങ്ങേയറ്റം മേലെ അണ്ണാക്കിലാണ് നേരെ മേലെ ചെന്നിട്ട് പൂർണ്ണമായിട്ട് തെറ്റുണ്ട്. ഈ തെറ്റിയിട്ട് ആ തെറ്റ് ഉടനെ തന്നെ നേരെ പിൻവലിക്കുക, പറ്റണ്ട് പിൻവലിക്കുക. നഖ് ഇരുത്തിങ്ങനെ വെക്കുകയാണെങ്കിൽ അപ്പോഴും ക്ലിയർ കൽക്കല വരൂല. നമ്മൾ കൈ കൊട്ടിയിട്ട് പെട്ടെന്ന് കൈയിനെ അകത്തുന്നു. അങ്ങനത്തെ ഒരവസ്ഥ. എവിടുന്നാണോ കൈ കൊട്ടാൻ വേണ്ടി കൈ കൊണ്ടുപോയത് അവിടുന്ന് ഇങ്ങോട്ട് അതേ സ്ഥലത്ത് പിന്നീട് മടക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയല്ല. ഇപ്പൊ ഒരു കൈ കൊട്ടുമ്പോ ഒരാൾ കൈ കൊട്ടുകയാണെങ്കിൽ ആ കൈയിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ രണ്ട് കൈയിന്റെ അവിടെ എത്തിയിട്ട് ടച്ച് ആക്കിയിട്ട് എന്ത് ചെയ്യണം? പിന്നെയും അതേ അവസ്ഥയ്ക്ക് പിന്നെയും കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ കൊട്ടും. തുടർന്ന് ഇങ്ങനെ കൊട്ടുകയാണെങ്കിൽ അങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ഇതേപോലെ നഖ് എന്ന് പറയുമ്പോ ആ കടഭാഗം മേലെ തെറ്റുന്ന ഖാഫിന്റെ മഖ്റജിൽ തെറ്റിയിട്ട് തെറ്റലും ഉടനെ തന്നെ പിൻവലിക്കലുമാണ്. അവിടെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അതിന്റെ എട്ടും വെച്ചുകൊണ്ടിരിക്കരുത്. അത് നഖാവും. അച്ഛന് നഖ് നിങ്ങൾ നോക്കി ശരിക്കും പറഞ്ഞോക്കാണ്. നഖ് നമ്മൾ ആ ഭാഗത്ത് പറ്റേ വിട്ടു നിൽക്കും. നാവിന്റെ കടഭാഗം മേലെ തന്നെ തെറ്റിയിട്ട് ഒരൊറ്റ സെക്കൻഡ് ഒരു പോയത് തെറ്റലും അപ്പത്തിന് ശബ്ദം വരലും വേഗം പിൻവലിക്കലും. നഖ് നഖ്. അതുപോലെ തന്നെ അജ് 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 അദ് 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 അപ്പൊ ഒക്കെ അങ്ങനെ എടുത്തു വെച്ചാൽ അപ്പൊ ഭാവ് പറയുമ്പോ അതെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അത് അത് ശരിയാവില്ല. അപ്പൊ ഇതിനാണ് കൽക്കല എന്ന് പറഞ്ഞാല് ആ പിന്നെ എന്ന അക്ഷരത്തിന് സുക്കൂനാകുമ്പോ ആ ശബ്ദത്തിന് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലം മറ്റേ സ്ഥലത്ത് ടച്ചാക്കിയിട്ട് ഉടനെ പിൻവലിക്കുക. ഇതാണ് കൽക്കല. അങ്ങനെ തന്നെ ആവണം. ഉടനെ പിൻവലിക്കണം. അപ്പൊ തന്നെ കൽക്കല ക്ലിയർ കൽക്കല ആവുള്ളൂ. മനസ്സിലായില്ല? പിന്നെ ഇതിൽ ഒരിക്കൽ കാര്യം കൂടി കൽക്കല പറയുന്ന കൂട്ടത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ നമ്മൾ പറഞ്ഞു പിൻവലിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ പിൻവലിക്കല് അത് നമ്മളിപ്പോ ഒരു ഖുർആനിങ്ങനെ ഓടുമ്പോ പിന്നെ ഇപ്പൊ ഉദാഹരണം ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്. അവിടെ എന്താണ്? രണ്ടും കൽക്കല. ലം യലിദ് എന്നുള്ളത് ദാലിന് സുക്കൂനുണ്ട്, വലം യൂലദ് എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോ പിന്നെന്താണ്ട് പിന്നെ അവിടെയും സുക്കൂന് വരുന്നുണ്ട്. വലം യൂലദ് എന്നോടത്തും സുക്കൂനുണ്ട്. പക്ഷെ ഈ രണ്ടും കൂടി ഒരു വ്യത്യാസമുണ്ട്. ഈ കൂട്ടത്തിൽ അത് പറയുന്നത് കൽക്കലത്ത് സോറയുണ്ട്, കൽക്കലത്ത് കുബിറിയുണ്ടല്ലോ. കൽക്കലത്ത് ചെറിയ കൽക്കലത്തുണ്ട്, വലിയ കൽക്കലത്തുണ്ട്. എന്താ ചെറിയ കൽക്കലത്ത്? ചെറിയ കൽക്കല എന്ന് പറഞ്ഞാല് നമ്മൾ ഖുർആൻ ഓടുമ്പോ വഖഫിലല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന കൽക്കല. ഉദാഹരണം ലം യലിദ്, അവിടെ വഖഫില്ല. ലം യലിദ് ലം യലിദ് എന്ന് കഴിഞ്ഞിട്ട് വ എന്നുള്ള അക്ഷരം തൊട്ടടുത്തുണ്ട്. നമുക്ക് അവിടെ വഖഫ് ചെയ്തിട്ട് ഒരാൾ ഓടുകയാണെങ്കിൽ അവിടെയും കൽക്കലത്ത് കുബറ വന്നു. സാധാരണഗതിയിൽ ഇപ്പൊ അവിടെ വഖഫ് ചെയ്യലില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ലം യലിദ് വലം യൂലദ്. അവിടെ ലം യലിദ് കഴിഞ്ഞിട്ട് അത് തന്നെ വേറൊരു വാക്കിനെ ഉച്ചരിക്കാണ്. അപ്പൊ ഈ വേറൊരു വാക്കിനെ ഉച്ചരിക്കാനുള്ളതിന്റെ പേര് ഉണ്ടാകുമ്പോ എന്താണ്? അവിടെ നമ്മൾ ഈ അവസാനം വഖഫ് ചെയ്യുന്നോട്ട് എന്താണ്? അവിടെ നമ്മൾ വഖഫ് ചെയ്തിട്ട് നിർത്തുകയാണ്. പിന്നെ നമ്മൾ അതിന്റെ അടുത്തുള്ള ആയത്ത് പിന്നെ നമ്മളെ സൗകര്യം പോലെ ഓതിയാൽ മതി. ആ സൗകര്യം പോലെ ഓതിട്ട് ലം യലിദ് എന്നുള്ളോട്ട് പറ്റൂല. സൗകര്യം അവിടെ സൗകര്യം ഉണ്ടാക്കാന്നൊക്കെ പിന്നെ അവിടെ വഖഫായി മാറും. അപ്പൊ ഈ അങ്ങനത്തെ അടുത്ത് എന്താണ്? കൽക്കലത്ത് സോറാക്കിയിട്ടാണ് വേണ്ടത്. അതായത് ഒന്ന് സ്പീഡാവുക. ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്. കണ്ടില്ല? അവിടെ ഒരു പെട്ടെന്ന് അവിടെ കഴിയുക പരിപാടി. ലം യലിദ് അഥവാ
വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കൽക്കനത്തിനേക്കാൾ ഒന്ന് സ്പീഡിലാവുക, എടുത്ത് പിന്നെ കുറച്ച് അവസ്ഥയിലേക്കാവുക, അല്ലെങ്കിൽ ഈ നടുവിൽ വരുന്ന കൽക്കലത്തിന് മറ്റതിനേക്കാൾ അതിനേക്കാൾ ഒന്ന് ഉഷാറാക്കിയിട്ട് വഖഫിൽ ഉണ്ടാവുന്ന കൽക്കലത്തിന് ഉച്ചരിക്കാന്നർത്ഥം. ആ കൂട്ടത്തിൽ കൽക്കല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൽക്കലത്ത് സോറയും കൽക്കലത്ത് അൽ കുബറയും പറഞ്ഞു എന്ന് മാത്രം. സംഭവം പുസ്തകത്തിലോ ലം, ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലായിട്ടുണ്ടാവും. ലം യലിദ് വലം യൂലദ്. അപ്പൊ ഒരാൾ ഓതുകയാണെങ്കിൽ എങ്ങനെയാണോ? ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്. അഥവാ ലം യലിദ് എന്ന് പറഞ്ഞതിനേക്കാൾ ഒരു പൊടി ഉഷാറാക്കിയിട്ട് മറ്റൊന്നാണ് പറയാം എന്ന് വെച്ചിട്ട് എന്ത് പാടില്ല? വലം യൂലദ് അങ്ങനത്തെ അങ്ങനെ വേറെ എന്തെങ്കിലും അക്ഷരം വരുന്ന അവസ്ഥയിലൊന്നും ആവാൻ പാടില്ലേന്ന്. അപ്പോ നമ്മളിങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതമുള്ള സിഫത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ശുദ്ധത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഈ ശുദ്ധത്തി വരലി എന്ന് നമ്മൾ പറഞ്ഞു. ശുദ്ധത്ത് വന്നാൽ അതിന് സുക്കൂനാകുമ്പോൾ, ആ അക്ഷരത്തിന് സുക്കൂനാകുമ്പോൾ ഉച്ചരിക്കുമ്പോഴാവുന്ന പ്രയാസം നമ്മൾ പറഞ്ഞു. ആ ശുദ്ധത്തുള്ള സിഫത്തുള്ള അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു. ആ സുക്കൂനാകുമ്പോണ്ടാകുന്ന പ്രയാസം, അതിന്റെ പ്രയാസത്തിൽ നിന്ന് ചില അക്ഷരങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസത്തിന് ഒഴിവാകാൻ വേണ്ടി കൽക്കല കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ചില അക്ഷരങ്ങൾക്കുള്ള പ്രയാസം ഒഴിവാകാൻ വേണ്ടിയിട്ട് കാഫും താവും ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഹംസ് എന്ന സിഫത്ത് അതിന്റെ ഉടനെ കൊടുക്കുക എന്ന് പറഞ്ഞു. കൽക്കല എന്ന് പറഞ്ഞാൽ അതിന് കൽക്കലത്ത് കുബറയുണ്ട്, സോറയുണ്ട് എന്ന് പറഞ്ഞു. കൽക്കലത്ത് സോറ എന്ന് പറഞ്ഞാൽ എന്താണ്? കൽക്കല കുബറ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു. സോറ എന്ന് പറഞ്ഞാല് വഖഫ് ചെയ്യാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന കൽക്കല, അഥവാ വാക്കിന്റെ ഒരു വാക്കിന്റെ നടുവിൽ അല്ലെങ്കിൽ അതിന്റെ ശേഷം വേറെ വാക്കൊക്കെ തുറന്നു ഓതുമ്പോണ്ടാണ് അങ്ങനത്തെ സോറയും. വഖഫ് ചെയ്യുന്ന അവസരത്തിൽ എന്താണ്? കൽക്കലത്തുൽ കുബറയാണ്. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് പെട്ടെന്ന് ഓടിയിട്ട് അപ്പൊ തന്നെ ലൈവൊക്കെ എത്തും. അപ്പൊ തന്നെ നമുക്ക് അവർക്ക് മയക്കും കൊടുക്കും ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കുക. പിന്നെയും വീണ്ടും ഞാൻ പറയുന്നത്, ഇങ്ങനെ ഓരോരോ സിഫത്തും കാണാ പഠിക്കലൊക്കെ വേണം. എല്ലാ കാര്യം പഠിച്ചാൽ ഏറൂലാന്നാണ്. പഠിക്കണം. അതേസമയത്ത് പഠിക്കൽ അതിലേക്കൊക്കെ പ്രധാനം ആ ഇതിനനുസരിച്ച് ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കാൻ വേണ്ടി ശീലിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരാൾക്ക് ഈ പറഞ്ഞ സിഫത്തൊന്നും കിട്ടൂല. ഈ പറഞ്ഞ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, അങ്ങനത്തെ സിഫത്ത് ഉണ്ടെന്ന് തന്നെ അവർക്കറിയില്ല. അതേസമയം അതിന്റെ നേരെ വിപരീത റഹാവത്ത് ഉണ്ടെന്നും എനിക്കറിയില്ല. ആ സമയത്ത് ഉച്ചരിക്കുമ്പോഴോ മുഅ്മിനൂൻ എന്ന് ഓതുണ്ട്, ഇയ്യാക എന്ന് ഓതുണ്ട്. അത് തന്നെയാണ് പ്രധാനം. അതേ സമയത്ത് ഇതൊക്കെ അറിയാം, അവനും എന്താണ് മുഅ്മിനൂൻ എന്ന് ഓതിയിട്ടുണ്ടല്ലോ, എന്ത് കാര്യം എന്താ അറിയണോണ്ട് കാര്യമില്ല. അപ്പോ ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നും അടുത്ത ദിവസങ്ങളിലൊക്കെ ബാക്കി പറയാം. 3 ആൾ കൈബന്ധിച്ചിട്ടുണ്ട്. ഓതി കഴിയുമ്പോൾ തന്നെ ലൈവ് വരും ചെയ്യും. ലൈവിന് മൈക്ക് കൊടുക്കേണ്ടതുണ്ടേനും ഇൻഷാ അല്ലാഹ്. അപ്പോ മൈക്ക് എടുത്ത ഓതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله. നിങ്ങൾ ഇന്നലെ ഓടിയപ്പോ ഉണ്ടായി നിങ്ങൾ തന്നെയാണ് ബിസ്മില്ലാഹി എന്ന് പറയുമ്പോ ആ ഹാഇന് കുറച്ച് സ്ട്രോങ് കൂടിയിട്ട് ഒരു ഹാഇന്റെ അവസ്ഥ വരികയെന്നോ എന്തോ പറഞ്ഞില്ലേ? ആ ക്ലിയർ ഹാ അല്ലാത്ത ഒരവസ്ഥ ശബ്ദം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ശരിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി
ഹി എന്നല്ലെങ്കിൽ അല്ലാഹു പറയുമ്പോ ആ ഹാന്റെ ശബ്ദം മാറിയിട്ട് ഹ ആയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് എന്ന ആ അല്ലാഹുവിന്റെ നാമം അതല്ലാതായി മാറും. അപ്പൊ ബിസ്മില്ലാഹി എന്ന അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നതിന് പകരം ആ ബിസ്മില്ലാഹി എന്നാണെങ്കിൽ ആ അള്ളാഹു എന്ന എന്താണ് അതിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നായി മാറും. അപ്പൊ അർത്ഥത്തിന് മാറ്റം വരും. അറബി അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ ഒരു അക്ഷരത്തിന്റെ ശബ്ദം മാറിയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ എന്താണ് അർത്ഥവ്യത്യാസത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അല്ലാഹു ഹാഹീഹു ഹാഹീഹു. സിംഹം എന്ന് പറയില്ല നമ്മള്, സിംഹം സിംഹം എന്ന് മലയാളത്തിൽ പറയില്ല, അത് സിംഹം എന്ന് പറയില്ലല്ലോ, സിംഹം എന്നാണ് പറയാ. ആ ഹ എന്നെ ഇവിടെ അത് ഉപയോഗിച്ചാൽ മതി. സിംഹം എന്ന് പറഞ്ഞമാതിരി ബിസ്മില്ലാഹി അല്ലാഹു. അപ്പൊ നിങ്ങൾക്ക് പുസ്തകം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കും. അപ്പൊ നിങ്ങളത് ശരിയാക്കുക. ഹാന്റെ ഒരു ചെറിയൊരു സ്ട്രോങ് കൂടി ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറഞ്ഞ മാതിരി ഏകദേശം റഹ്മാൻ എന്ന ഹാന്റെ അതേമാതിരി തന്നെയാണ് ഇതും കേൾക്കുന്നത്. അതുകൊണ്ട് ആ കാര്യമാണ് നിങ്ങൾ ആദ്യമായിട്ട് ശരിയാക്കേണ്ടത്. പിന്നെ ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ പറയണില്ല. അൻഅംത എന്ന വാക്കും ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അൻഅംത 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 അങ്ങനെ ഉച്ചരിക്കുക. അൻഅംത അതിന്റെ മുമ്പ് ഈ പറഞ്ഞത് ശരിയാക്കുക. അപ്പൊ നിങ്ങൾ മറക്കരുത്. ഇപ്പൊ ഇങ്ങനെ ഉണ്ടിച്ചിട്ട് ഇപ്പൊ നാളെ വരാതിരിക്കരുത്. നിങ്ങളെ എന്താ ശ്രദ്ധ വേണം, അത് ശരിയാക്കണം. എന്നിട്ട് നാളെ വന്നിട്ട് ഓതും വേണം. ചിലപ്പോ നിങ്ങൾക്ക് തോന്നും ആ അത് ശരിയാക്കണമെന്ന് ബിസ്മില്ലാഹി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ശരിയാക്കണമെന്ന് നിങ്ങൾ സ്വന്തം തോന്നിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ഉണ്ടാവില്ല, ക്ലിയർ ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. കേൾക്കുന്നവർ ആളുകളിനെ ക്ലിയർ ആക്കി തോന്നിപ്പിക്കണം നമ്മൾ. അപ്പോഴാണ് നമ്മൾ ആ കടമ തീരുള്ളൂ. അതുകൊണ്ട് അത് ശരിയാക്കുകയും ചെയ്യാ, പിന്നെ വന്നിട്ട് ഓതും ചെയ്യുക. ഇതിന് സമയം കണ്ടെത്തണം. ഈ സമയത്താണെങ്കിൽ ഈ സമയത്ത്, അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ രാവിലെ, എപ്പോഴാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് സമയം ഇതിൽ വരാൻ സമയം കിട്ടണമെന്നില്ലെങ്കിൽ നിങ്ങളെ സംഭവം ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. എന്നിട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഓത്തറിയുന്ന ആളിനോട് ചോദിച്ചു നോക്കുക, ഇങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് മാറിയിരിക്കണം, ഞാൻ കുറെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്ന് അവരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും ഓതി കേൾപ്പിച്ചിട്ട് ഏതായാലും ക്ലിയർ ആക്കണം എന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അല്ലാഹ് 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 എന്നൊക്കെ പറഞ്ഞതൊക്കെ ഈ അല്ലാഹ് അല്ലാഹ് എന്നൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സംഭവം ഉണ്ടാവും. അതുകൊണ്ട് ശരിയാക്കി പഠിക്കാൻ തോന്നുക. അടുത്ത ആൾ. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فتور ثم ارجع البصر كرتين ينقلب إليك بصر خاسعا وهو حسير. السلام عليكم. വഅലൈക്കും അസ്സലാം. സ്പീഡിനോട് ഓടിപ്പോയി. അതുകൊണ്ട് തന്നെ ചിലതൊന്നും എനിക്ക് എന്നെ കൊണ്ട് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. തബാറക തബാറക റ എന്ന് പറയുമ്പോൾ റ തഫ്സീമാക്കിയിട്ട് തബാറകല്ലദീ ഷൈഇൻ ഖദീർ ഷൈഇൻ ഖദീർ
നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മൾ നാളെ പറഞ്ഞിട്ടുണ്ട്. സാക്കിനായതിന്റെയും തെൻവീന്റെയും ശേഷം എന്താണ് ഇഹ്ഫാ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ ഇഹ്ഫാ ചെയ്യുമ്പോൾ തന്നെ അത് ഇസ്തിഅലാഇന്റെ ഹർഫിൽപ്പെട്ട അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരാകുമ്പോൾ അതിന് തഫ്സീം, അതിനോട് കൂടെ തഫ്സീമിന്റെ ശബ്ദം, ഉയർന്ന ശബ്ദം വരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ മൂളക്കം ഉണ്ടാകുക, ഒരു ഉയർന്ന ശബ്ദാക്കുക. പിന്നെന്താ ഈ ഹയാത്ത എന്ന് പറഞ്ഞപ്പോ ഹയ്യേറ്റ എന്ന് പറഞ്ഞു, അത് ശ്രദ്ധിക്കണം കേട്ടാ. മുനീർ അല്ല പോലെ ഹയാത്ത ഹയാ യാ, അത് ഹയ്യേറ്റ എന്നുള്ള ശബ്ദമായി, അത് ഒഴിവാക്കണം. ഹയാ യാ എന്ന് നമ്മളെ ഓത്തിലെന്തില്ല, ചെരിഞ്ഞിട്ടുള്ള ഓത്തൊന്നുമില്ല. അപ്പൊ ഹയാത്ത ഹയാ സീതയ്യ ഹയാത്ത. പിന്നെ സമാവാതിൻ ത്വബാഖ, അവിടെ സമാവാതിൻ ത്വബാഖ, അവിടെ മണിക്കലൊന്നും ഉണ്ടായിട്ടില്ല, ഇഖ്ഫാ ഒന്നും മറ്റേ കുറഞ്ഞു പോയിട്ടുണ്ട്. സമാവാതിൻ ത്വബാഖ ഇത്ര സ്പീഡിൽ ഓതിയാൽ നിയമമൊക്കെ കൊണ്ടുവരാനൊക്കെ കുറച്ച് പ്രയാസമാണ്. ഒന്നുകൂടി സ്ലോവാക്കി ഓതാം. അതുപോലെ തന്നെ ഈ തഫാവുത്ത് ആ വാവൊക്കെ ബൊമ്മുള്ള വാവിനൊക്കെ ഊ, തഫാവുത്ത് ശരിക്കും ഊ എന്നാണ് പറയണം. അതുപോലെ തന്നെ ഇലൈക, ആ ബാഇന്റെ ഖൽഖല സുക്കൂനായ അങ്ങനെയൊക്കെ എന്നെല്ലാം പറയണം. ഖൽഖലൊക്കെ ശരിയാക്കി പറയാം. കുറച്ച് സ്പീഡ് കൊടുക്കുക. ഇത്ര സ്പീഡിലാകുമ്പോ എന്താവും, നമുക്ക് ആ അണ്ടമാറ്റ നിയമത്തിനനുസരിച്ച് ഓടാൻ എന്താവും, കുറച്ചൊരു ഇതുണ്ടാവും. ഒക്കെ ശരിക്കും ആയി ക്ലിയർ ആയതിനു ശേഷം പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് ഓതുമ്പോഴും നിയമം നമ്മളൊക്കെ വിട്ടുപോകില്ല. അതേസമയത്ത് നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് ഓതി ശീലിക്കുന്നതിന്റെ മുമ്പ് ഈ സ്പീഡ് കൂട്ടിയാല് പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് നിയമങ്ങൾ പാലിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ കുറച്ച് സാവധാനമാക്കിയിട്ട് എന്താ, എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് മണിക്കണ്ടേർത്ത് മണിച്ച് കൽക്കല കൊടുക്കേണ്ടത് അതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഓതി ക്ലിയർ ആയതിന്റെ ശേഷം പിന്നെ നമ്മൾ സ്പീഡിൽ ഓതുമ്പോൾ ആ നിയമം നമ്മളൊക്കെ ഒഴിവായി പോകില്ല. അപ്പൊ അങ്ങനെ ശരിയാക്കുക. ഇനി അടുത്ത ആള്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله. السلام. അബൂ സഫീദ ഓത്ത് ഉഷാറാണ്, നല്ല ഓത്താണ്. കുറച്ച് സ്ട്രോങ് ഇങ്ങനെ കൂടുന്നുണ്ട്. നിങ്ങളെ ഓത്തിലൊരു കുറച്ച് സ്ട്രോങ് കൂടിയ കാരണം ആ ചില അക്ഷരങ്ങൾക്ക് ആ സ്ട്രോങ് ബാധിച്ചിട്ടുണ്ട്. അഥവാ
ഇനി ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങളെ ഓത്തിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പാരായണം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. أعوذ بالله من الشيطان الرجيم. ജീം നമ്മൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ നടുവും മേലാണ്. പക്ഷെ നിങ്ങൾ കുറച്ച് സ്ട്രോങ് കൂടാണ്ട് അത് ആ എങ്ങനെ ഇപ്പോൾ പറയാൻ നിൽക്കറിയില്ല. അത് നിങ്ങൾ ആ അവസ്ഥയിൽ നിങ്ങൾ ചാ ആയിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാല് സാധാരണഗതിയിൽ ഇപ്പൊ ഈ കുറെ നടുവെന്നല്ല, കറക്റ്റ് നടുവെന്നല്ല അങ്ങോട്ട് മുമ്പിലേക്കാക്കിയ റജീം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് മാറും ചെയ്തു. അപ്പോ നാവിന്റെ നടുവിൽ തന്നെ അവിടെ കുറച്ച് മുമ്പിൽ നിന്നായാലും ആ റജീം എന്നുള്ള ശബ്ദം കേൾക്കുക. അതല്ലേനും അവിടുന്ന് നടുക്ക് എന്നോട് പോകണം. റജീം, ജന്ന, ജുമുഅ, റജീം അങ്ങനെയൊക്കെ ആവണം. പക്ഷെ നിങ്ങളെ ഉച്ചാരണം അത് അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ മാറ്റം ആ ശബ്ദത്തിലേക്ക് കേൾപ്പിച്ചാലാണ് എനിക്ക് വയ്യ. അപ്പൊ ഈ അത് നാവിന്റെ നടുമേലെ നാക്കുമ്പോൾ ഉണ്ടാവുക. പക്ഷെ നമ്മൾ അവിടെ ഉച്ചരിക്കുമ്പോൾ ഓവർ സ്ട്രോങ് കൊടുത്തിട്ട് ഒരു ശബ്ദി വരുന്ന അവസ്ഥ, ചെറിയൊരു ശബ്ദം റച്ചി ആവുന്ന അവസ്ഥ ഒന്നും വരാതിരിക്കാനും ശ്രദ്ധിക്കാം. ഇതൊക്കെ പറഞ്ഞത് നിങ്ങളെ ഓത്ത് നല്ല ഓത്താണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോരായ്മ ക്ലിയർ ആക്കാൻ സാധിക്കുമെന്നുകൊണ്ടാണ്. ബിസ്മി എന്ന് പറയുമ്പോ ബിസ്മി അത് നിങ്ങൾ മറ്റേ വാക്കുകളൊക്കെ ഉച്ചരിച്ച് അത്ര സമയം ഇതിന് കൊടുക്കാതെ നിങ്ങൾ അത് പെട്ടെന്നത് പറഞ്ഞു. അതും നമ്മളെ ഓത്തിൽ നല്ലൊരവസ്ഥയല്ല എന്നാണ് പറയപ്പെടുന്നത്, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതിനും അതിൻ്റെതായ ടൈം കൊടുക്കണം. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുന്ന ഒരാള് ഈ ബിസ്മി എന്നുള്ള വാക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനി എന്ന് പറഞ്ഞാല് ആ ബിസ്മി എന്നുള്ളത് പെട്ടെന്നത് കഴിഞ്ഞു. അങ്ങനെ ഇവിടെ മാത്രമല്ല എവിടെയും അങ്ങനെ ഓതരുത്. ആ ഒരു അക്ഷരം അല്ലെങ്കിൽ രണ്ടക്ഷരം പെട്ടെന്നത് പറയാം, എന്നിട്ട് ബാക്കി സാവധാനം പറയാം. ശരിയായ ഓത്തിന്റെ എതിരാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ നടക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഹാ ഉച്ചരിക്കുമ്പോ സംഗതിയില് ഹ ആണ്, പക്ഷെ അതിനൊരു സ്ട്രോങ് കൂടിയിട്ട് വേറെ ശരിക്കും അതിന്റെ ആ മഖ്റജിന്നല്ലാത്ത ഒരവസ്ഥയ്ക്ക് ആവുന്നു. തൊണ്ടയുടെ അങ്ങേ അറ്റത്തുനിന്ന് ഉച്ചരിക്കുമ്പോ ഹ ഇഹ്ദിന അല്ലെങ്കിൽ അല്ലാഹു ഹു ഹാ ഹി തൊണ്ടയുടെ അങ്ങേയറ്റത്തുനിന്ന് ഒരു മുഴക്കത്തോട് കാണുന്നു. പക്ഷെ അതിനെന്തോ ഒരു കുറച്ചൊരു സ്ട്രോങ് കൂടിയാല്, സ്ട്രോങ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് സ്ട്രോങ് കൊടുക്കാനേ പറ്റില്ല. സ്ട്രോങ് കൂടിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ അപ്പൊ വേറെന്തെങ്കിലും ചെറിയൊരു ശബ്ദം അതിലേക്ക് വേറെ ശബ്ദം കടന്നുകൂടും. മാത്രമല്ല മഖ്റജിൽ നിന്ന് ഇങ്ങനെ മാറിയിട്ട് വേറെ സ്ഥലത്തിൽ തുടങ്ങും. അപ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇഹ്ദി എന്നൊക്കെ പറയുമ്പോ ഇഹ്ദി ഒന്നും വലുതാക്കിയിട്ട് ഇഹ്ദി എന്ന് തന്നെ ആവുക. ഈ റഹ്മാനി എന്ന് പറയുമ്പോഴേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് റഹ്മ ആവുമ്പോ ഈ റഹ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ മ എന്ന് പറയുന്നതിന്റെ ഇടയിൽ ഇങ്ങോട്ട് രണ്ടിനും വേർതിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു ശബ്ദം മുറിച്ചിലുണ്ടാവാൻ പാടില്ല. റഹ്മാനി എന്ന് പറയുമ്പോ റഹ്മാനി എന്നായാലും എന്താവും, റഹ്മി കേൾക്കുന്നവർക്ക് റഹ് എന്നുള്ളൊരു പറച്ചിൽ കഴിഞ്ഞിട്ട് മാനി വേറെയും റഹ് എന്നുള്ളത് വേറെയും മാനി വേറെയും ആണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്ന വിധത്തിലുള്ള ആ ശബ്ദം മുറിച്ചിൽ അതിന്റെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. റഹ്മാൻ എന്നൊരു വാക്കാണല്ലോ, അതിന്റെ ഇടയിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല, ആ മുറിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ റഹ്മാനി റഹ്മ റഹ്മ അങ്ങനത്തെ അതിനിപ്പോ നമ്മൾ സാവധാനം ഓതുമ്പോ എന്താ ചെയ്യുക? പിന്നെ അതിനുള്ള മാർഗം എന്താണ്? റഹ്മ എന്നാവില്ല. ഹാഇനെ റഹാവത്തി എന്ന് പറഞ്ഞ സിഫത്തുള്ളതുകൊണ്ട് അതിന് വൈദ്യാക്കി കൊണ്ടാവും. അതായത് റഹ്മ അല്ലാതെ റഹ്മ അങ്ങനെ ആവരുത്. അങ്ങനെ സാവധാനം ഓതുമ്പോ ആ സാവധാനം എന്ന അവസ്ഥ ഈ ഹാഇനെ ഉച്ചരിക്കണോടത്താണ് അത് വരുന്നത്. കാരണം സുക്കൂനായ ഹാഇനെ റഹാവത്താക്കിയിട്ട് വലുതാക്കി ഉച്ചരിക്കാം. സംഗതി കൃത്യം കിട്ടുന്നുണ്ടാവുമെന്ന് മനസ്സിലാക്കണേ. അതുപോലെ തന്നെ സിറാത്ത എന്ന് പറയുമ്പോ സി എന്നുള്ള സ്വാദിന്റെ സി എന്ന കെസറൊക്കെ വ്യക്താക്കിയിട്ടായിരിക്കണം ഉച്ചരിക്കേണ്ടത്. സ്വാദിന്റെ കെസറൊക്കെ സിറാത്ത എന്നാവും. നല്ല ഓത്താണ് നിങ്ങളുടെ ഓത്ത്. ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പറയുമ്പോ അത് അതിൽ നിങ്ങളെ ഓത്ത് ഒന്നും കൂടി ഒരു ക്ലിയർ കൂടും. അതിനുവേണ്ടി പറഞ്ഞാണ്. സംഭവം പിടിച്ചാൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്.
السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العظيم. السلام عليكم. വലൈക്കും സലാം. ഇതൊക്കെ ഉഷാറോട്ടാണ്. മോനെന്നെയാണെന്ന് എന്റെ ഓർമ്മ. ഏതായാലും പിന്നെ റജീം പറയുമ്പോ മനസ്സിലാക്കിയാൽ അങ്ങനെ സാധിക്കും. അതുകൊണ്ട് പറയാണ് ജീം നമ്മൾ പറയുമ്പോഴേ ഒന്നുകൂടി നാവിന്റെ നടുമേലെ അണ്ണക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ജീം അത് നടുവിന് തന്നെ ആവശ്യത്തിക്കുക. നടുവിന് തന്നെ ആയില്ലെങ്കിലാണ് ഇപ്പം ഉച്ചരിച്ച മാറ്റ ശബ്ദം കേൾക്കുക. അപ്പൊ ജന്ന അല്ലെങ്കിൽ റജീമാവും. ജീം അത് മലയാളത്തിലെ ജാന്റെ മാറ്റാവും. അപ്പൊ അങ്ങനെ നോക്കാം. പിന്നെ ഇപ്പൊ എന്താണ് പിന്നെ റോ എന്നൊക്കെ പറയുമ്പോഴേ സിറോ എന്ന് പറയുമ്പോ ഈ റോ നമ്മൾ തസ്ലീമാക്കുന്നുണ്ട് റോ. പക്ഷെ അത് റോ എന്നുള്ള ഓ എന്നുള്ള ശബ്ദം വരരുത്. അങ്ങനെ ആകുന്ന ശ്രദ്ധിക്കുക. അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ തോന്നി എനിക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഉണ്ടെങ്കിലും അത് ശ്രദ്ധിക്കുക. അപ്പൊ റോ നമ്മൾ തസ്ലീമാക്കാൻ വേണ്ടിയിട്ട് ഉഷാറാക്കിയിട്ട് റോയിന് ഉച്ചരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഈ റോ എന്ന് പറയുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഓ ശബ്ദം വരരുത്. റോ അത് നമ്മൾ ഈ ചുണ്ടൊക്കെ ചിലപ്പോ ഇങ്ങനെ മുന്നിക്ക് ഇങ്ങനെ ഇത് പറയുമ്പോ റോ ചുണ്ട് കോർപ്പിക്കണൊക്കെ ഉണ്ടെങ്കിലാണ്. ചുണ്ട് കോർത്ത് മുന്നിക്ക് വന്നാൽ പിന്നെ അവിടെ വാവിന്റെ ശബ്ദം വരുമ്പോ അപ്പോഴാണ് ഈ വാവ് വരുമ്പോഴാണ് അവിടെ പിന്നെ ഓ ശബ്ദമൊക്കെ ആകി വരിക. ചുണ്ട് കോർപ്പിക്കണ വാവിന്റെ ശബ്ദമാണ്. അതുപോലെ തന്നെ ബർമിന്റെ ഒക്കെ ശബ്ദത്തിനാണ് ചുണ്ട് കോർപ്പിക്കുക. ഇതിന് അതിന്റെ ആവശ്യമില്ല. അതൊരു ചുണ്ട് കൂർപ്പിക്കാതെ മുഖം ഒരു ഗൗരവം മുഖാവണമെന്ന് മാത്രം. പിന്നെ വലബോ എന്നുള്ളത് ബോഡിന്റെ ശബ്ദം തഫ്ലീമിന്റെ ശബ്ദം ഉണ്ടെന്നല്ല, അത് ശരിക്കും ആക്കണം. അതിന് ബോധം ഉച്ചരിക്കുമ്പോ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ ഊനുമ്മ തെറ്റിയിട്ടാണ് ഉച്ചരിക്കണമെങ്കിൽ, ഊനുമ്മല് തെറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അത് ബോധമല്ല. അത് പിന്നെ ദാലിനെ തഫ്സീമാക്കണ ശബ്ദമായി. ദാലിനെ തഫ്സീമാക്കിയിട്ട് ഉച്ചാരണ അറബിയിലില്ല. വലബോ ആവാൻ പാടില്ല. വലബോ നാവിന്റെ തല മേലെ തെറ്റിക്കുന്നത് നമ്മൾ ലാമൊക്കെ ഉച്ചരിക്കണോട്ട് കണ്ട് കൊണ്ടുപോയിട്ട് ഉച്ചരിക്കണം. നൂനിന്റെ അവിടുന്ന് വിട്ടു മേലെ മുൻപല്ലിന്റെ ഊനുമെന്ന് വിട്ടു പോകണം. ഊനിന്റെ അവിടെ നാവിന്റെ തല തെറ്റിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ദാലിനെ ഉച്ചരിക്കണ മാതിരി ദാലിന് തഫ്സീമൂർത്തമാരി ആവൂല. അപ്പൊ വലദ്വാലിനാവും. അത് ശരിയാവില്ല. അതേസമയത്ത് നാവിന്റെ തല എന്ത് ചെയ്യണം? ഊനിന്റെ അവിടുന്നൊക്കെ വിട്ടിട്ട് ലാമൊക്കെ ഉച്ചരിക്കണോട്ട് കണ്ടെത്താം. അപ്പൊ പിന്നെ കുഴപ്പം വരില്ല. അപ്പൊ പിന്നെ തഫ്സീമൊക്കെ അത് കൊടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബോധന്റെ ശബ്ദമാവും. എന്നായിട്ട് ആയുധം അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഒരിക്കലും ബോധം ഉച്ചരിക്കാന് നമ്മൾ ഈ തഫ്സീമാക്കിയിട്ട് ശരിക്കുള്ള ശബ്ദത്തിന് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഉച്ചരിക്കാനുള്ള ആ ശ്രമം നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ ഉള്ളിലുള്ള ആ ഊനുമ്മല് തെറ്റിയിട്ടാവരുത്. തെറ്റിയിട്ടായാല് ദാലിന്റെ ഉച്ചാരണമാണ് പിന്നെ വരിക. ദാലിന് തഫ്സീമാക്കിയിട്ടുള്ള ശബ്ദമാണ് പിന്നെ വരിക. അത് പറ്റൂല എന്നാണ് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഥവാ നാവിന്റെ തല ഉള്ളുക്കട് കൊണ്ടുപോവുക. എന്നിട്ട് ദൈവം
എന്നിട്ട് ഉച്ചരിക്കാം. അങ്ങനെ അങ്ങനെ പറഞ്ഞു നോക്കാം. അപ്പൊ ഇങ്ങനെ പറയുമ്പോ നാവിന്റെ തല ഊനുമ്പോ തെറ്റുണ്ടോ നോക്കാം. തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നാവിന്റെ തലനെ ഇങ്ങനെ ഉള്ളുക്ക് ഇങ്ങനെ കൊണ്ടുപോകുക. എന്നിട്ട് ബോ എന്ന് പറയാം. അങ്ങനെ ഉള്ളുക്ക് പോണതിനനുസരിച്ച് എന്താവും, ബോധിന്റെ ശരിക്കുള്ള ശബ്ദം ഇങ്ങനെ ആയി വരും. അപ്പൊ അങ്ങനെ